ഭാര്യ എപ്പോഴും ഭർത്താവിൻ്റെ കാര്യം നോക്കണം, അല്ലെങ്കിൽ ഭർത്താവിനെ ഇങ്ങനെ കെയർ ചെയ്യണം എന്നുള്ള ഒരു സ്വഭാവം എല്ലാ പുരുഷന്മാർക്കും ഇല്ലേ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ അപ്പൊ ഇങ്ങനെ ഉദ്യോഗസ്ഥരാകുമ്പോൾ അതിന്റെ ഒരു ടൈം പ്രശ്നം ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ വൈകുന്നേരം ഒരുമിച്ചല്ലേ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. സമ്മതിക്കില്ല അല്ലേ? എനിക്കങ്ങനെ തോന്നി അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. ഓക്കെ, അപ്പൊ ഏതായാലും ഭാര്യ അത്ര പോരാ എങ്കിലും സ്വന്തം ഭാര്യയിൽ എല്ലാ വിശ്വാസത്തോടും കൂടി ഭാര്യ അത് മതി എന്നുള്ള രീതിയിൽ പോകുന്ന ജയറാമേട്ടന്റെ പുതിയ സിനിമകളുടെ വിശേഷങ്ങൾ കൂടി ഒന്ന് പങ്കുവയ്ക്കാമോ? പുതിയ സിനിമകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 25 വർഷം പൂർത്തിയാക്കുന്ന സമയത്ത് കുറേ നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനുള്ളൊരു ഭാഗ്യം കൂടി. അത് ഇപ്പോൾ ഭാര്യ എത്ര പോരാന്നുള്ള സിനിമ വളരെ മനോഹരമായിട്ടുള്ള സിനിമ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അത് നല്ലതാണോ അല്ലയോ തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ആ സിനിമ തിയേറ്ററിൽ ഓടുമെന്നുള്ളതൊക്കെ. പക്ഷേ ഓടിയാലും ഓടിയില്ലെങ്കിലും എന്നും എൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിച്ച് വെക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള സിനിമ തന്നെയാണ് ഭാര്യ എത്ര പോലെ. അപ്പോൾ അതേപോലെ തന്നെ ഈ വർഷം ഇപ്പോൾ ജോഷിയേട്ടൻ്റെ കൂടെ ഒരു സിനിമ ഫുൾ ലെങ്ത് എനിക്ക് ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു എനിക്ക്. അത് ഈ വർഷം സാധിച്ചു. എനിക്ക് 25ാമത്തെ വർഷത്തിൽ അത് സാധിച്ചു. കാശ്മീർ എന്നുള്ള ഒരു വലിയ ക്യാൻവാസിൽ നിർമ്മിക്കുന്ന ഒരു സിനിമ. അതിലൊരു പ്രത്യേകത സുരേഷ് ഗോപി അഭിനയിക്കുന്നുണ്ടോ എന്ന് കേട്ടു. ഇല്ല, അങ്ങനെയില്ല. അതിനകത്ത് വേറൊരു ക്യാരക്ടർ വരുന്നുണ്ട്. ഇങ്ങനെ അത് ആരാണ് ചെയ്യുന്നത് ഫിക്സ് ചെയ്തിട്ടില്ല. പിന്നെ ഇനിയിപ്പോൾ റിലീസാകാനിരിക്കുന്ന സിനിമ പിന്നെ ഭാര്യ എത്ര പോരാ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന ഈ ജോഷിയേട്ടൻ്റെ സിനിമ. അതേപോലെ തന്നെ ഒരു ലോകോത്തര നിലവാരമുള്ള ഷാജിയൻ കരുണ്ട സിനിമ ചെയ്യുന്നു. സ്വപാനം എന്നാണ് ആ സിനിമയുടെ പേര്. വളരെ എനിക്ക് ഏറ്റവും വളരെ മനോഹരമായിട്ടുള്ള കഥാപാത്രമാണ്. എൻ്റെ താളങ്ങളും മേളങ്ങളും വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു താളം എന്ന് പറയുമ്പോൾ തന്നെ എനിക്കതിനോട് ചെണ്ടയാണ് അതിൽ പ്രധാന വിഷയം. അത് എനിക്കൊരു ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. കമൽ സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രം ഇതിന് ശേഷം തുടങ്ങുന്ന അതാണ്. അതിൻ്റെ പേര് നടൻ എന്നാണ്. നടനായിട്ട് തന്നെയാണ്. എങ്ങനെയാണ് ആ വേഷം? കൂടുതൽ വിശേഷങ്ങൾ എനിക്ക് തോന്നുന്നു കമൽ പറയുന്നതായിരിക്കും നല്ലത്. ഒരു വർഷമായിട്ട് കേൾക്കുന്നതാണ് ഗൗതം മേനോന്റെ മലയാള ചിത്രത്തിൽ ജയറാമേട്ടൻ ഉണ്ടാവുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ട് മാറിപ്പോയതാണ്. ഗൗതം മേനോൻ അത് തുടങ്ങാതിരുന്നപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിനൊരു തമിഴ് പടം പെട്ടെന്ന് വന്ന് അത് ആ സമയത്ത് നടക്കുക, പിന്നെയും മാറി. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം പിന്നെയും തമിഴ് പടം തുടങ്ങാൻ പോകുന്നു. ആ തമിഴ് പടം കഴിഞ്ഞിട്ട് ചെയ്യാനാക്കി. അപ്പൊ എന്തായാലും ഉറപ്പാണ് അല്ലേ, ഗൗതം മേനോൻ മലയാളത്തിൽ പടം ചെയ്താൽ അതിൽ മോളുടെ ഒക്കെ സ്റ്റഡീസ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പൊ എല്ലാ സിനിമാ താരങ്ങളുടെ മക്കളൊക്കെ സിനിമയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാളിദാസൻ ഓൾറെഡി വന്നതാണ്, പ്രൂവ് ചെയ്താണ്. എങ്ങനെയുണ്ട്? മോനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡിഗ്രി സെക്കൻഡ് ഇയർ ലയോള കോളേജിലാണ് ചെന്നൈയിൽ. മോള് +1 പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ പഠിത്തം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിനിമ തന്നെയാണ്. അവനും ഇഷ്ടമുള്ള 100% സിനിമ തന്നെയാണ്. പക്ഷേ അത് അവൻ്റെ ഒരു ഡിഗ്രി കഴിഞ്ഞ ശേഷം വേറെ എന്തെങ്കിലും ഒരു ചെറിയ കോഴ്സ് കൂടി അവൻ പഠിച്ച് വിദ്യാഭ്യാസത്തിന് നല്ലൊരു അടിത്തറ കഴിഞ്ഞിട്ട് അവൻ സിനിമയിലേക്ക് പോയി. കാരണം ഇപ്പോൾ അത്ര പ്രായമായിട്ടുള്ളവന് ഒരു 22 വയസ്സെങ്കിലും കഴിയാതെ ആ ഒരു മനസ്സുമൊക്കെ മെച്ചുവേർഡായിട്ട് അവൻ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മോൾക്ക് അങ്ങനെ സിനിമയൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അശ്വതി ഇപ്പോൾ പാർവതി ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പം മഞ്ജു വാര്യർ ചെയ്യുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട ആൾക്കാർ നവ്യ നായർ. കല്യാണശേഷം ഇവരൊക്കെ ഇങ്ങനെ പെർഫോമൻസിലൂടെ ഇങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് പാർവതിയെ പ്രതീക്ഷിക്കാമോ? അത് ഞാൻ ഒരിക്കലും ഇല്ല അങ്ങനെയൊന്നും പറയുന്നില്ല. അതൊക്കെ പൂർണ്ണമായിട്ടും അശ്വതിക്ക് ഞാൻ വിട്ടുകൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. എനി ടൈം ഷീ കൻ ഡു എനിത്തിങ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. ഒന്നുമില്ല. ഈ ജോലിയുള്ള ഭാര്യയുടെ ഒരു സ്വഭാവവും ജോലി ഇല്ലാത്തൊരു ഭാര്യയുടെ സ്വഭാവം തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം കാണുമെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, പണ്ടായിരുന്നു ഭർത്താവിനെ മാത്രം അനുസരിച്ചിട്ട് ഭർത്താവ് ജോലിക്ക് പോകുന്നു, ഭാര്യ ഇങ്ങനെ ഭർത്താവ് വരുന്നതും കാത്തിരിക്കുക, ഭർത്താവ് പറയുന്നത് മുഴുവൻ അനുസരിക്കുക, ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കുക, വൈകുന്നേരം അയാളുടെ മൂഡിനനുസരിച്ച് ഇത് ചെയ്യുക, അയാൾ എപ്പോഴും എന്താവശ്യവുമായിട്ട് വന്നാലും അതിനൊക്കെ അനുസരിച്ചിരിക്കുന്ന അങ്ങനത്തെ ഒരു ഭാര്യാസങ്കല്പം കാലങ്ങൾ കഴിഞ്ഞു പോയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്നൊക്കെ സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന് തുല്യമായിട്ട് എല്ലാ കാര്യങ്ങളിലും എത്രയോ ഇതിലും മുൻപന്തിയിൽ നിൽക്കുന്നു. ഇനിയും അതൊരു പുരുഷൻ്റെ അടിമ പോലെ ഇങ്ങനെ തുളസി കതിരും ചൂടി വീട്ടിലിരിക്കുന്ന ആ സങ്കല്പമൊക്കെ പോയി. ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും അവർ തുല്യമായിട്ടാണ് ഷെയർ. ഒരുപക്ഷെ ഈ സങ്കല്പമൊക്കെ ഞങ്ങൾക്ക് മലയാളികൾക്ക് ഇട്ട് തരുന്നത് നിങ്ങൾ സിനിമാക്കാർ തന്നെയാണ് അല്ലേ? പ്രത്യേകിച്ച് ജയറാമേട്ടൻ്റെ ഒക്കെ പടങ്ങളിൽ, ഉർവശിയൊക്കെ ആയിട്ടുള്ള പടങ്ങളിലൊക്കെ എന്തുമാത്രം ഞങ്ങൾ അങ്ങനെയുള്ള കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയൊന്നുമില്ല. രണ്ടുപേരും എല്ലാം ഈക്വലായിട്ട് ഷെയർ ചെയ്യേണ്ടതാണ്, സങ്കടവും സന്തോഷവും എല്ലാം. അതല്ലേ ഇപ്പൊ ഈ ഇപ്പോഴത്തെ സിനിമയാണെങ്കിലും നായിക പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്.
ഈ ഭാര്യ അത്ര പോരാന്നുള്ളത്. നമ്മുടെ മലയാള സിനിമയിൽ ഈ നായികമാരെ ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള സിനിമകൾ വളരെ കുറവാണ്. ഇവിടെ ഇപ്പോഴും പക്ഷപാതമായിട്ട് ഈ പുരുഷന്മാർക്ക് വേണ്ടി നായകന്മാർക്ക് വേണ്ടി സിനിമ നിർമ്മിക്കുന്നു തോന്നുന്നു. എനിക്കങ്ങനെയില്ല. എൻ്റെ സിനിമകളിലൊക്കെ നായികയ്ക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. ഒരുപക്ഷെ ജയറാമേട്ടൻ്റെ സിനിമകളിലേ ഉള്ളൂ എന്ന് പറയാം. എൻ്റെ സിനിമകളിൽ ഒരു ഭാര്യ ഉണ്ടാവും, എൻ്റെ സിനിമയിൽ എൻ്റെ ഒരു കുഞ്ഞുണ്ടാവും, എനിക്കൊരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, എനിക്ക് ആങ്ങളമാരുണ്ടാവും, എനിക്കൊരു അമ്മാവനുണ്ടാവും, അമ്മാവൻ്റെ മകളുണ്ടാവും പ്രേമിക്കാൻ, എനിക്ക് സുഹൃത്തുക്കളായിട്ട് നാട്ടിൽ ഒരു വെളിച്ചപ്പാടുണ്ടാവും, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളുണ്ടാവും, അല്ലെങ്കിൽ ഒരു കട നടത്തുന്ന ആളുണ്ടാവും. അങ്ങനെ ഒരു ഇടത്തരം മലയാളി കണ്ടുമുട്ടുന്ന ഒരുപാട് കഥാപാത്രങ്ങളുള്ള സിനിമകളാണ് ഞാൻ ചെയ്തിട്ടുള്ള മുഴുവൻ. ഇപ്പോഴത്തെ ആർക്കാണ് അച്ഛനും അമ്മയും പോയിട്ട് ആരെങ്കിലും ഉണ്ടോ? അയാൾ എവിടെ നിന്നോ ഒരു സ്ലോ മോഷനിൽ നടന്നു വരുന്നു, എവിടേക്കോ പോകുന്നു. ജയറാമേട്ടൻ ഇനി ഇങ്ങനെയുള്ള വാല് ആൾക്കാരുള്ള കഥാപാത്രങ്ങൾ ചെയ്യാതെ ഒരു ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു റോൾ എന്നാ പറഞ്ഞോളൂ. എങ്ങനത്തെയാണ് പറഞ്ഞത്? ഉദ്ദേശിക്കുന്നത് എങ്ങനത്തെയാണെന്നും കൂടി പറയണം. ഒരു സുന്ദരനായ വില്ലനായാലോ, നായകനായ വില്ലൻ ഇഷ്ടാവോ? പിന്നെ ചെയ്തിട്ടില്ല. ഞാൻ മികച്ച വില്ലന് ഉള്ള ആന്റി ഹീറോ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് അവാർഡ് മേടിച്ചു. തമിഴ്നാട്ടിൽ നിന്ന്, നമ്മുടെ മലയാളത്തിലെ കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പൊ എന്തെങ്കിലും റോളുകൾ ചേട്ടൻ ഇങ്ങനെ സ്വയം ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു റോളിലേക്ക് ഇനി ഞാൻ പോകും എന്നുള്ള തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല ഇതുവരെ? എല്ലാം ഡിഫറെൻ്റ് അല്ലേ ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഷാജിയൻകാരൻ്റെ പടം ചെയ്യുന്നത് ഒരു ചെണ്ടക്കാരൻ്റെ അയാളുടെ ജീവിത സർക്കിൾ മുഴുവനാണ്. ചെറിയ പ്രായം തൊട്ട് അയാളുടെ ഒരു ഏജിന് അറ്റം വരെ ചെയ്യുന്നുണ്ട്. അതവിടെ എല്ലാം ചെയ്യുന്നുണ്ട്. അത് ഒരു പക്ഷേ ചേട്ടൻ്റെ ഒരു ഫിലിം ലൈഫിൽ ഒരു ബ്രേക്കിംഗ് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് തോന്നുന്നു അല്ലേ? അതിൻ്റെ ഷൂട്ടൊക്കെ എന്നാണ് തുടങ്ങുന്നത്? ഈ മാസം തുടങ്ങും. പിന്നെ ജോഷി സാറിൻ്റെ ഷൂട്ട് തുടങ്ങിയില്ലേ? ഇപ്പോൾ പകുതി കഴിഞ്ഞു അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി ഭാര്യ അത്ര പോരാ എന്ന് തോന്നുന്ന ആണുങ്ങളോട്, പുരുഷന്മാരോട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഭാര്യ അത്ര പോരാ. മലയാളികൾ എന്നും ഇഷ്ടപ്പെടുന്ന വിഷയങ്ങളുള്ള സിനിമയാണ്, നല്ല നർമ്മമുള്ള സിനിമയാണ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്, കുടുംബസമേതം കാണാൻ നിലവാരമുള്ള സിനിമയാണ്. ഈ കഥാപാത്രം ഞാൻ ചെയ്തിട്ടുള്ള സത്യനാഥൻ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ഭാര്യയായോ ഭർത്താവായോ കുട്ടിയായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഞങ്ങളുടെ ഈ സിനിമയിലെ കുടുംബം നിങ്ങളുടെ കുടുംബവുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കി അതിലെന്തെങ്കിലും ഒരു മാറ്റം വരുത്തി ഒരു പുതിയ ജീവിതത്തിലേക്ക് മാറാൻ ആർക്കെങ്കിലും ഒരാൾക്ക് തോന്നിയാൽ ഏറ്റവും കൂടുതൽ സന്തോഷം. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ജയറാമേട്ടൻ. താങ്ക് യു.